ആളുകൾ ആശ്രയിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സയോ അവർക്ക് വേണ്ട കാര്യങ്ങളോ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ലഭിക്കുന്നില്ല. നമസ്കാരം. അമ്പലപ്പുഴ വാർത്തകളിലേക്ക് സ്വാഗതം. ആതുര സേവനത്തിന്റെ അത്താഴ പട്ടിണി മാറ്റേണ്ട ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ജീവശ്വാസത്തിനായി കേഴുകയാണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ലക്ഷ്യമിട്ട് നമ്മൾ ആരംഭിച്ച കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പന എന്ന ഈ അന്വേഷണ പരമ്പരയിലൂടെ മെഡിക്കൽ കോളേജിന്റെ ഈ ശോചനീയാവസ്ഥയെക്കുറിച്ച് ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ വിഷ്ണു പ്രസാദാണ്. അമ്പലപ്പുഴ വാർത്തകൾ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കൊല്ലക്കുടിയിൽ സൂചി വെക്കുന്നു എന്ന് പറയുന്ന ഒരു പരമ്പര കണ്ടു. അത് വണ്ടാനം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ആശുപത്രിയായ വണ്ടാനം മെഡിക്കൽ കോളേജിലെ നിലവിലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ചികിത്സയുടെ കുറവും ദുരിതവുമൊക്കെ കണ്ട് അവർ ചെയ്യുന്ന വാർത്ത കണ്ടിട്ട് ആ അടിസ്ഥാനത്തിലാണ് ഞാനിന്നിവിടെ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും സാധാരണക്കാരുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ. ദിനം പ്രതി ഇന്ന് അസുഖങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ആളുകൾ ആശ്രയിച്ച് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സയോ അവർക്ക് വേണ്ട കാര്യങ്ങളോ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് ലഭിക്കുന്നില്ല. ഒരു ഭർത്താവിനെയും കൊണ്ട് ഒരു ഭാര്യ ഒരു ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്നാൽ ഒരു 30 കിലോ ഉള്ള സ്ത്രീയാണെങ്കിൽ അവരൊരു 10 കിലോ കുറഞ്ഞൊരു 20 കിലോ ഉള്ള സ്ത്രീയായിട്ടായിരിക്കും അവർ തിരിച്ചു പോകുന്നത്. കാരണം നമുക്കറിയാം, എക്സ്റേ, സ്കാനിങ്, CT, MRI, ബ്ലഡ് എന്നൊക്കെ പറഞ്ഞ് അവിടെ എത്രയൊക്കെ കെട്ടിടങ്ങളുണ്ടോ ആ കെട്ടിടങ്ങളിലെ എല്ലാ നിലകളിലും കയറി ഇറങ്ങി വേണം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കൊണ്ട് ചികിത്സയ്ക്ക് വന്നാൽ അവർ തിരിച്ചു പോകേണ്ടത്. എന്നാൽ ഇപ്പോൾ വന്ന ഭരണസമിതിയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടാനം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ആളുകളാണ് ദിനം പ്രതി വന്നു പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന ബ്ലഡും CT സ്കാനിങ്, MRI മുതലായ സ്കാനിങ്ങും പരിശോധനയൊക്കെ ഒരൊറ്റ ബിൽഡിങ്ങിൽ ഒരൊറ്റ നിലയിലാക്കിയാൽ അവിടെ വരുന്ന സാധാരണക്കാർക്ക് അത് പ്രയോജനകരമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരാളെ കൊണ്ടുവന്നാൽ, അയാളുടെ കാലൊടിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു സ്ട്രോക്കായിട്ട് ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ ഒരു ഹൃദ്രോഗമായിട്ട് ഒരാൾ വന്നാൽ അവിടുത്തെ ഡോക്ടർമാർ വേണ്ട പരിഗണന അവർക്ക് കൊടുക്കുന്നില്ല. ഒരു ദിവസം ഒരു ഓട്ടോ ഡ്രൈവറെ ഒരു ചികിത്സയുമായിട്ട് കൊണ്ടുവന്നപ്പോൾ അവരെ പരിശോധിക്കാതെ ഡോക്ടർമാർ കൂടുതൽ നേരം ശ്രദ്ധിക്കാതെ അവിടെ ഇടുകയുണ്ടായി. അപ്പോൾ തന്നെ അവരുടെ വീട്ടുകാർ പേടിച്ചിട്ട് ഉടനെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നമുക്കൊരു ഓട്ടോക്കാരനൊക്കെ കിട്ടുന്ന വരുമാനം എത്രത്തോളം എന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നിരവധി സാധാരണക്കാരായ ആളുകൾ വരുമ്പോൾ അവിടെ പരസ്യം നമുക്ക് അറിയാം. ഹൃദയങ്ങൾ പറയുന്നു പരുമല, അടുത്തുണ്ട് പരുമല, തലയ്ക്കാണോ പരുക്ക്, അടുത്തുണ്ട് ഇൻഡോമേരിക്ക, അല്ലെങ്കിൽ വേറുള്ള സ്വകാര്യ ആശുപത്രി, അങ്ങനെ ഒരുപാട് ആശുപത്രികളുടെ പരസ്യം കൂടുതലും ആ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്നതും അവിടുത്തെ ഡോക്ടർമാർ തന്നെ പറഞ്ഞ ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഓരോ രോഗികളെയും വിടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നതാണ്. അപ്പോൾ വണ്ടാനം പോലുള്ളൊരു ആശുപത്രി കഴിഞ്ഞ 10 വർഷമായിട്ട് നേരിടുന്ന ഒരു സാഹചര്യം, അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെ മോശകരമാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ച, പുതിയ ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ കീഴിൽ തന്നെ അവിടെ മീറ്റിങ്ങുകൾ വിളിക്കുകയും ആശുപത്രിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും തയ്യാറാകുകയാണ്. വണ്ടാനം പോലുള്ളൊരു ആശുപത്രിയിൽ നമുക്കറിയാം, പല സ്ഥലത്ത് വന്നാലും ഈ PG ചെയ്യുന്ന ഡോക്ടർമാരാണ്. സീനിയർ ഡോക്ടർമാരെ വിളിച്ച് അവർ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വരുന്നത്. ഇവരെ ഡ്യൂട്ടി ടൈം വിടുമ്പോൾ ആ ഡ്യൂട്ടി ടൈമിൽ ഇവർ പങ്കെടുക്കാതെ മാറി നിന്ന് ഈ ശമ്പളം മേടിക്കുകയും, എന്നാൽ ആ സമയത്ത് ഡ്യൂട്ടി ടൈം ഇവിടെ ഉള്ള സമയത്ത് തന്നെ പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയി ഇവർ ചികിത്സ നടത്തുകയും വീട്ടിൽ ചികിത്സ ഏർപ്പെടുത്തി ഇവർ കാശ് കൂടുതൽ മേടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ഹോസ്പിറ്റലും ഭരണ സംവിധാനവും നിലവിൽ പോകുന്നത്. എന്നാൽ അതുപോലെ നേരത്തെ തുടക്കകാലങ്ങളിലൊക്കെ തന്നെ ആളുകൾക്ക് വേണ്ട ചികിത്സയോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് നിലവിലില്ല. പക്ഷേ പുതിയ ഭരണസമിതി വന്നൊരു സ്ഥിതിക്ക് അവിടെ കൂടുതൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ട ചികിത്സയും അതേപോലെ വൈറോളജി ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം കൊണ്ടുവരണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാറട്ടെ.